അപ്പോ എന്താണ് ഇതിന്റെ ഒരു അർത്ഥം എന്ന് അറിയുന്നില്ല. എന്നിട്ട് ഇവര് തുടരും എന്ന് പറയുമ്പോ ഇനി എന്താണാവോ ഇനി തുടരാനുള്ളത്. അപ്പൊ നമുക്ക് ഈ റോഡിന്റെ കാര്യം തന്നെ പറയാം. കാരണം ഒരാൾക്ക് ഒരാള് വിട്ടുകൊടുക്കണില്ല. അപ്പോ എന്താണ് ഇതെന്ന് പറയാൻ കിട്ടണില്ല എനിക്ക് ശരിക്കും. ഓ ഇല്ല പള്ളി ഇതെന്തത് കൊതുകിനുള്ള മരുന്ന. ഓരോ മലയാളികൾ തമ്മിൽ തച്ചുകൊണ്ടിരുന്നത് ഇപ്പോ മണ്ണാർക്കാട്ടുകാർ മൊത്തം എന്താ പറയാ വ്ളോഗർമാരായി. ഇവർക്ക് വേറെ പണിയില്ലേ, പിന്നെ നമ്മൾ രണ്ടാൾ മാത്രം മതി മണ്ണാർക്കാട്, വേറെ ആരും വേണ്ട എന്നൊക്കെയാണ് പറഞ്ഞത്. പിന്നെ ഏതൊക്കെ ഒരു കടയിൽ പോയിട്ട് പിന്നെ എന്തൊക്കെയോ ഒരു കടയാണ്. അപ്പോൾ എന്തൊക്കെയോ കട പറഞ്ഞാൽ വെള്ളം വിൽക്കണ കടയാണ്. സുഹൃത്തുക്കളെ നമസ്കാരമുണ്ട്. അപ്പോളേ ഇന്നിപ്പോൾ അപ്പളേ കുപ്പളേന്ന് പണ്ടൊന്നും മണ്ണാർക്കാട്ടേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം ഇപ്പം നമ്മുടെ കേരളത്തിൽ എല്ലായിടത്തും പ്രശ്നങ്ങളാണ്. എവിടെ തിരിഞ്ഞാലും എവിടെ മറിഞ്ഞാലും എങ്ങനെയായാലും പ്രശ്നങ്ങളെയും കൊണ്ട് ഇങ്ങോട്ട് എന്താ പറയുക ആകെ നട്ടം തിരിഞ്ഞിരിക്കുകയാണ്. നാട്ടിലത്തെ ഓരോ പ്രശ്നങ്ങളും വാർത്തക്കാരുടെ ഓരോ പ്രശ്നങ്ങളും പിന്നെ രാഷ്ട്രീയത്തിൻ്റെ ഓരോ പ്രശ്നങ്ങളും അങ്ങനെ പ്രശ്നങ്ങളെന്ന് പറയാമല്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽക്കിടെയാണ് ഇപ്പോൾ ഇന്നലെ ഞാൻ ഒരു എന്താ പറയുക 2 വ്ളോഗർമാർ തമ്മിൽ മണ്ണാർക്കാട് തമ്മിൽ ഭയങ്കര പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ തരത്തിൽ ട്രോളിങ് കൊണ്ട് ആ വീഡിയോസ് ഇങ്ങനെ ഇടുന്നുണ്ട്. ഇനിയിപ്പോൾ മണ്ണാർക്കാട്ടേക്ക് ഇറങ്ങാൻ പറ്റില്ല, ഇനിയിപ്പോൾ ഏത് വഴിയാണ് പോവുക, മണ്ണാർക്കാട് വ്ളോഗ് ചെയ്യാൻ പറ്റുന്നില്ല, റീൽസ് എടുക്കാൻ പറ്റുന്നില്ല, വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അതിന് പേരെനിക്കറിയില്ല. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയൊക്കെ ട്രെൻഡിങ്ങിൽ വരുമ്പോഴല്ലേ നമ്മളത് പെട്ടെന്ന് കാണുക മണ്ണാർക്കാടിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്. അപ്പോൾ ജംഷീർ മണ്ണാർക്കാട് എന്ന് പറഞ്ഞത് പിന്നെ വേറൊരു മണ്ണാർക്കാടും കൂടി ഉണ്ട്. അപ്പോൾ ഇവർ തമ്മിലാണ് അന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത്രയും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മണ്ണാർക്കാട് പുതുമഴയ്ക്ക് പെയ്ത മഴത്തുള്ളികളാണ് ഈ പുതിയ യൂട്യൂബർമാർ എന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എല്ലാവർക്കും ശരിക്കും കൊണ്ടു. കാരണം അത് പിന്നെ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നമ്മൾ ചിറക്കിപ്പടിയിലാണ്. അപ്പോൾ ഇവിടേക്ക് അപ്രതീക്ഷിതമായിട്ടൊരു ഓട്ടം വന്നാണ്. അപ്പോൾ കാണാൻ നല്ല രസമുള്ള ഒരു സ്ഥലം കൂടിയാണ്. ഈ റോഡ് ഇപ്പോൾ കോൺക്രീറ്റ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ അവിടുന്ന് വരുമ്പോൾ കണ്ടിട്ടുണ്ടാവും, കട്ടയൊക്കെ വിരിച്ചിട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട്. എൻ്റെ അമ്മേ. അപ്പോൾ നല്ല രസമുള്ളൊരു എന്താ പറയുക വഴിയായിരുന്നു അത്. പിന്നീട് ഇത് താൽക്കാലികമായിട്ട് ഇതേപോലെ ആളുകൾക്കും കുട്ടികൾക്കും നടക്കാനും അന്നൊന്നും ഈ ഭാഗത്ത് വീടുകൾ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇന്ന് ഒരുപാട് വീടുകളുണ്ട് ഇതിൽ കൂടെ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയ ആ സ്ഥലം കൂടിയും അവിടെയൊക്കെ ഇഷ്ടംപോലെ വീടുണ്ട്. അപ്പോൾ മണ്ണാർക്കാടിനെ സംബന്ധിച്ചിട്ട് ഇവിടെ നമ്മുടെ മണ്ണാർക്കാട്ടുകാർക്ക് തന്നെ അറിയാവുന്നൊരു കാര്യം തന്നെയാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സമാധാനപരമായിട്ടുള്ള ഓരോ അന്തരീക്ഷമാണ്. കാരണം ആരും എന്താ പറയുക കച്ചറയോ കാര്യങ്ങളോ അങ്ങനെയുള്ളതായിട്ടൊന്നും എവിടെയും മണ്ണാർക്കാട് സംബന്ധിച്ച് കേൾക്കാറില്ല. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ എന്താ പറയുക വെട്ട് കുത്ത് കൊല അങ്ങനെയുള്ള കണ്ട ഓരോ പിന്നെ നമുക്ക് കേൾക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ പാലക്കാടിലായാലും ഇനിയിപ്പോൾ പാലക്കാട് ഉള്ള ഒപ്പമുള്ള ജില്ലകളായാലും. പക്ഷെ മണ്ണാർക്കാടിനെ സംബന്ധിച്ചിട്ട് ഇവിടെ അധികം പ്രശ്നങ്ങളൊന്നുമില്ല. പ്രത്യേകിച്ച് ഇവിടുത്തെ നല്ലവരായ ആൾക്കാരാണ്. നമ്മളും മണ്ണാർക്കാട്ടുകാരൻ തന്നെയാണ്. എനിക്ക് പറയാനുള്ളത് ജംഷീറിനോട് പറയാനുള്ളത്, നമ്മൾ മൂപ്പരെ പരിചയമൊന്നുമില്ല, എന്നിരുന്നാലും അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ലായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. മോശമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെയൊക്കെ വാച്ച് ചെയ്തുകൊണ്ട് ഇഷ്ടംപോലെ ആളുകൾ ഉണ്ട്. അതിപ്പോൾ എങ്ങനെയാണെന്നും പറഞ്ഞ് പിന്നെ എടുത്ത് മനസ്സിലാക്കി തരേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മളങ്ങനെ ചിറക്കിപ്പടി എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇനി
പറയാനുള്ളത്, ഇപ്പോൾ എല്ലാവരും എന്താ പറയുക, ഓരോ കണ്ടന്റ് കൊണ്ട് നടക്കുകയാണ്. കാരണം ചില ആൾക്കാർ മണി ചലഞ്ചായിട്ട് നടക്കണോ, ഫോളോവേഴ്സിനെ കൂട്ടാനായിട്ട് പൈസ ഇറക്കണോ, അങ്ങനെ നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള ഓരോ വീഡിയോകളും നമ്മളിങ്ങനെ കാണാറുണ്ട്. അത് മണ്ണാർക്കാട് മാത്രമല്ല, കേരളത്തിൻ്റെ ഒട്ടുമിക്ക ജില്ലകളിലും ഇതേപോലത്തുള്ള ഫോളോവേഴ്സിനെ കൂട്ടിയിട്ടും കൊണ്ട് ഉള്ള ഒരു പരിപാടി നടത്താറുണ്ട്. അത് നല്ലത് തന്നെയെന്ന് പറയാം. എന്നാലും അതിൽ കുറേ കഴിയുമ്പോൾ അത് പിന്നെ വലിയ ഒരു സംഭവമായിട്ട് തോന്നില്ല. അതിപ്പോൾ എന്തും അങ്ങനെ തന്നെയാണ്. ചില ആൾക്കാർക്ക് അത് ഉപകാരമാവും, ചില ആൾക്കാർക്ക് അത് ഉപകാരം ഉണ്ടാവില്ല. അങ്ങനെയുള്ള എന്താ പറയുക, ഒരു പ്രത്യേകതരം ആറ്റിറ്റ്യൂഡാണ് ഇപ്പോൾ ജനങ്ങൾക്കുള്ളത്. അപ്പോൾ ജനങ്ങൾ ഓരോ ആൾക്കാരെയും എന്താ പറയുക, നമ്മളിപ്പോൾ പോകുമ്പോൾ ഇത് പറഞ്ഞു പോവുകയാണെങ്കിലും നമ്മളെ അവർ നോട്ട് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ അവരെ ശ്രദ്ധിക്കുന്നില്ലെങ്കിലോ അല്ലെങ്കിൽ ഒരു സെക്കൻഡ് നേരമാണ് അവർ കാണുന്നത് എന്നുണ്ടെങ്കിലും നമ്മളെന്താണ് ചെയ്യുന്നത്, അവർ അല്ലെങ്കിൽ പറയുന്നത് എന്താണ് ഒക്കെ നിരീക്ഷിക്കുന്നുണ്ട്. പൊതുവേ ഇപ്പോൾ ശരിക്കും ആർക്കും ഒരു പണിയില്ലാത്ത കാലമാണ്. ഇനിയിപ്പോൾ നമുക്ക് മറ്റുള്ള കാര്യത്തിലേക്ക് പോവാതിരിക്കാവും നല്ലത്. എന്താ വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ എന്താ പറയുക, ആൾക്കാർക്ക് ഒരു എന്താ പറയുക ക്ഷമല്ല. അനാവശ്യം പറയല്ലേ. പോട്ടെ പോട്ടെ, പ്രശ്നം വിട്, പ്രശ്നം വിട്. അത് അവിടുത്തെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു ചെറിയ ചെക്കനാണ്, ഒരു 10-14 വയസ്സായിട്ടുള്ളൂ. അപ്പോൾ കണ്ടക്ടറേറ്റ് എന്തോ മോശമായിട്ട് പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. ആദ്യം ഈ പയ്യൻ തെറി പറയുന്നുണ്ട് കണ്ടക്ടറെ, അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പം തെറി പറഞ്ഞ് സഹിക്കാൻ വയ്യാതെ ആകുമ്പോഴാണ് തിരിച്ച് പറഞ്ഞെന്ന് തോന്നുന്നുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്താണ് നടന്നത് തമ്പുരാനറിയാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, ക്ഷമയില്ല. നമ്മുടെ വാക്കുകളൊക്കെ കുറേ സൂക്ഷിച്ച് ഉപയോഗിക്കണം. അതിപ്പോൾ എൻ്റെ ഭാഗത്തുനിന്നും തെറ്റുകൾ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ അറിയാതെ പറഞ്ഞു പോണതാണ്. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു സെക്കൻഡ് ദേഷ്യം കൊണ്ട് ഉണ്ടാവണ ഓരോ സംഭവങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ നമ്മൾ ശരിക്കും അതിൻ്റെ ഒരു അർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വീട്ടിൽ നിന്ന് ഉള്ള ഒരു വിദ്യാഭ്യാസം നമുക്കില്ല. ശരിക്കും അതാണ്. അല്ലാതെ ഒരിക്കലും ഒരു ആൾ തെറ്റുകാരനാവില്ല. എന്തോ നമ്മൾ അതിലൊന്നും ഇടപെടാൻ പോകില്ല. ഞാൻ ആ പയ്യനെ കുറേ എന്താ പറയുക ഉന്തി മാറ്റി. ആ പയ്യൻ ഉന്തി മാറ്റും തോറും പയ്യൻ പിന്നെ ഇങ്ങനെ അടുത്തടുത്ത് അനാവശ്യം പറഞ്ഞുകൊണ്ട് വരികയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മളവിടെ നിൽക്കുന്നത് ശരിയല്ല എന്നുള്ളത്. കാരണം നമ്മളൊരു പ്രശ്നം ഒഴിവാക്കുമ്പോൾ ആ ഒഴിവാക്കുന്ന പ്രശ്നം തന്നെ പിന്നീട് ഇങ്ങനെ അടുത്തേക്ക് വരുമ്പോൾ നമ്മളത് വേഗം എന്താ ചെയ്യുക, അവിടുന്ന് വേഗം ഒഴിവാവുക നല്ലത്. അപ്പം ഞമ്മ അങ്ങനെ പോന്നു. നമുക്കിപ്പോൾ അതിൻ്റെ എന്തോ അതൊക്കെ നമ്മളിപ്പോൾ കുറേ ദിവസങ്ങൾക്ക് മുന്നേ കണ്ടു. ഒരു ഉത്സവ പറമ്പിൽ ഒരു പയ്യനെ എന്താ തല്ലിക്കൊല്ലണതും എന്നിട്ട് പ്രതികളെ പിടിക്കണതും ഒക്കെ നമ്മൾ കണ്ടു. ഇതാണ് കേരളം. അങ്ങനെ അതെന്ന് മാത്രമല്ല കേട്ടോ, ഒരുപാട് നമ്മൾ കണ്ടു. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആഭ്യന്തരത്തിൻ്റെ പ്രശ്നമാണത്. അത് ശരിക്കും അല്ലാതെ വേറൊന്നുമല്ല. അത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണ്. ഇപ്പം കേസുകൾ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ അഹങ്കാരികളായിട്ടുള്ള രാജ്യത്തിൽ ഒന്നാമത് ഇന്ത്യയാണ്. അതിൽ
കേരളത്തിൽ ഏറ്റവും കൂടുതൽ അഹങ്കാരികളുള്ള പിന്നെ സംസ്ഥാനം എന്ന് പറയുന്നത് എന്താ പറയുക, നമ്മുടെ കേരളമാണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, നമുക്ക് എത്ര സിവിക് സെൻസ് ഉണ്ട് എന്നുള്ളത്. അത് നമുക്കിപ്പോൾ എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കണം എന്നില്ല. പക്ഷേ ആ സിവിക് സെൻസ് ഉള്ളവർ ഉള്ള രാജ്യത്തുള്ള അല്ലെങ്കിൽ രാജ്യങ്ങളൊക്കെ എന്താ പറയുക, ഇപ്പോൾ 2026 ആണെങ്കിൽ അവർ ജീവിക്കുന്നത് 2050-ലും 2070-ലൊക്കെയാണ്. നമ്മളെന്താ ചെയ്യുന്ന അറിയോ, ആ റോഡിൽ പ്രധാനമായിട്ടും ഇങ്ങനെ കച്ചറ ഉണ്ടാക്കും. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് പോവാം, യാത്ര ചെയ്യാം, അവിടെ പോയിട്ട് ആകെ അടിച്ച് പൊളിച്ച് കോളാക്കാം. അപ്പോൾ എന്തായാലും നമ്മൾ നമ്മുടേതായ ആ രീതിയിലൂടെ മാത്രം പോവാം. പിന്നെ ഇപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നും നമ്മൾ പറയേണ്ട ആവശ്യമില്ല. കാരണം എല്ലാതും ഇപ്പോൾ മമ്മൂട്ടി വന്നു, ഏതോ ഒരു ജില്ലാ സെക്രട്ടറിനെ അങ്ങോട്ട് മാറി നിൽക്ക്, നിങ്ങൾ ഞങ്ങളുടെ കൂടെ, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വന്ന ആളാണ് എന്ന് മറ്റുള്ളവർ കരുതും എന്ന് പറഞ്ഞു. അത് ശരി തന്നെയാണ്. കാരണം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, മമ്മൂട്ടി അത് അങ്ങനെ ഒരു വാക്ക് പറഞ്ഞത് കാരണം മമ്മൂട്ടിക്ക് ഭയങ്കര സൈബർ ആക്രമണമാണ് എന്ന് പറയുന്നത്. അപ്പോൾ ആരെയും വെറുതെ വിടാൻ ഉദ്ദേശമില്ല ആർക്കും. അത് മഹാനടനായാലും മഹാദൈവമായാലും ആ ദൈവത്തിനെ പോലും പറയും അത് മനുഷ്യനാണ്. ശരിക്കും ഞാൻ ഒരു സത്യം മനസ്സിലാക്കിയത്, ഈ 2000 വർഷത്തിന് ശേഷം, 2000 കാലഘട്ടത്തിന് ശേഷം നമ്മുടെ ഭൂമിയിൽ നിന്ന് ദൈവം വിട്ടുപോയിനു. അത് സത്യമാണ്, വലിയൊരു സത്യം കേട്ടോ. കാരണം ദൈവം ഈ ഭൂമിയിൽ ഇല്ല. കാരണം ദൈവത്തിന് മനസ്സിലായി ഏകദേശം, ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ഇവരെൻ്റെ പിന്നെ എന്താ പറയുക എല്ലും കൊണ്ട് ഇവർ തൈലുണ്ടാക്കി വെക്കുന്നുള്ളത്. അതുകൊണ്ട് ദൈവം തമ്പുരാന് എന്ന് പറഞ്ഞ ആ വ്യക്തി എന്നോ പോയി. പിന്നെ നമ്മൾ ആരാധിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും നമ്മൾ പിന്നെ സമർപ്പിക്കണമൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ അത് ദൈവത്തിൻ്റെ ഒരു ഇതല്ല, അത് നമ്മൾ ഉണ്ടാക്കിയതാണ്. ഈ യേശുദേവനായാലും കൃഷ്ണനായാലും എന്താ പറയുക നബി ആയാലും ഒക്കെ നമ്മുടെ നാക്ക് കൊണ്ട് ഉണ്ടാക്കിയ ഒരു എന്താ പറയുക ഒരു സംഭവമാണത്. ശരിക്കും നമ്മൾ ആരെങ്കിലും ദൈവത്തിനെ കണ്ടിട്ടുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അത് ദൈവം എന്ന് പറഞ്ഞൊരു സാങ്കല്പികമായിട്ടുള്ള സംഭവമാണെന്ന് പറയുന്നുണ്ട്. ചിലവരുണ്ട് പറയുന്നുണ്ട്, ചിലവരില്ല പറയുന്നുണ്ട്. ഞാൻ ചില സമയത്ത് ഉണ്ട് എന്ന് പറയും, ചില സമയത്ത് ഇല്ല പറയും. അത് എൻ്റെ കാര്യം. കാരണം എനിക്ക് ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും വരുമ്പോൾ ആരും കൂടെ ഇല്ലാതെ ആകുമ്പോൾ നമ്മൾ ദൈവമേ എന്ന വിളിക്കും. അതിൽ ചിലപ്പോൾ ദൈവം കണ്ണുറക്കും, അപ്പോൾ എനിക്ക് ദൈവമുണ്ട്. പിന്നെ വിഷമങ്ങളൊക്കെ ഇല്ലാതെ ആകുമ്പോൾ നമ്മൾ ദൈവത്തിനെ മറക്കും. അങ്ങനെ ആണ് നമ്മുടെ എല്ലാവരുടെ സ്വഭാവം. അങ്ങനെ തന്നെയാണ്. അല്ലാതെ ഇപ്പോൾ അതിലിപ്പോൾ ഒരാളെ മാത്രം എടുത്ത് പറയല്ല. ഈ ലോകത്ത് എത്ര ആൾക്കാർ വ്യത്യസ്തനായിട്ട് ജീവിക്കുന്നുണ്ട്, അതുതന്നെയല്ലേ ലോകം. അപ്പോൾ നമ്മൾ ലോകത്തെക്കുറിച്ച് പറയല്ല, നമ്മുടെ നാടിനെ കുറിച്ച് പറയാണ്. ഇപ്പോൾ നമ്മുടെ നാട് മണ്ണാർക്കാടേക്ക് എത്തി. അപ്പോൾ ഇനി ഇപ്പോൾ അവിടെ കണ്ട പോലെ വ്ളോഗർമാരും ഇനി അടി ഉണ്ടാവുമോ എന്നാണ് പേടി. ഒക്കെ നിസ്സാര പ്രശ്നമാണ് ശരിക്കും, നിസ്സാരം. അതെന്താ നമ്മളൊരു കോമഡി വീഡിയോയിൽ കണ്ടില്ലേ, നിസ്സാരം, എല്ലാം നിസ്സാരം, നമ്മളെ കൊണ്ട് കഴിയും, എല്ലാം നിസ്സാരം. പിന്നെ ഭാവന ഇന്നലെ ചെയ്തൊരു പരിപാടിയുണ്ട്, അത് ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കാണിച്ചു തരുന്നേ വേണം. ആദ്യം ഒരു ചായ കുടിക്കണം. ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പം മണർക്കാടിക്ക് വരാൻ പേടിയാണ് കേട്ടോ, സത്യം. നമ്മളങ്ങനെ കോടതിപ്പടി എത്താറായി. ഇപ്പോൾ കുറേ നേരമായിട്ടോ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നിട്ട്. കാരണം ഇതിക്കടെ വരുമ്പോൾ ഒരു രസം വേറെയാണ്. അത് മണ്ണാർക്കാട്ടുകാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പറയാതിരിക്കുകയാണ് നല്ലത്. ചില സമയത്ത് നല്ല ആൾക്കാരും ചില സമയത്ത് കുട്ടികളെ പോലെയാണ് ഇവിടെ. അതായത് ഈ മണ്ണാർക്കാട് വന്നിട്ട് ഒരാളും
കച്ചവടം ആയിക്കോട്ടെ, നല്ല ബന്ധമായിക്കോട്ടെ, അല്ലെങ്കിൽ നല്ല ഭക്ഷണം ആയിക്കോട്ടെ. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ കുറച്ച് മോശമുണ്ട്. കാരണം ഇവിടെ ഒരു വെജിറ്റേറിയൻ ഹോട്ടലില്ല. അപ്പോൾ അതിൻ്റെ എന്താ പറയുക, ഒരു കുറവ് മാത്രമുണ്ട്. ബാക്കി സംബന്ധിച്ചിട്ട് മണ്ണാർക്കാട്ടുകാർ ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണ്. കോഴിക്കോട്ടുകാരും നല്ല സ്നേഹമുള്ളവർ തന്നെയാണ്. അതേപോലെ മണ്ണാർക്കാട്ടിലുള്ളവരും നല്ല സ്നേഹത്തിന് ഉടമയായ ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇവിടെ മണ്ണാർക്കാട് എന്ന് മാത്രമല്ല, മൊത്തത്തിൽ ഇപ്പോൾ രാഷ്ട്രീയവും മതത്തിനെ കുറിച്ചിട്ടും അല്ലെങ്കിൽ ജാതിനെ കുറിച്ചിട്ടും നിസാര പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു ശരിക്കും ഓരോ മലയാളികൾ തമ്മിൽ തച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ മണ്ണാർക്കാട്ടുകാർ മൊത്തം എന്താ പറയുക, ബ്ലോഗർമാരായി. ഇവർക്ക് വേറെ പണിയില്ലേ, പിന്നെ നമ്മൾ രണ്ടാൾ മാത്രം മതി, മണ്ണാർക്കാട് വേറെ ആരും വേണ്ട എന്നൊക്കെയാണ് പറഞ്ഞത്. പിന്നെ ഏതൊക്കെയോ ഒരു കടയിൽ പോയിട്ട് പിന്നെ എന്തൊക്കെയോ ഒരു കടയാണ്. അപ്പോൾ എന്തൊക്കെയോ കട പറഞ്ഞാൽ വെള്ളം വിൽക്കണ കടയാണ്. വെള്ളം വിൽക്കണ കട പറഞ്ഞാൽ നമ്മൾ ഈ ജ്യൂസ് ഐറ്റംസും മറ്റേ കണ്ണിക്കട സാധനം നമ്മളതൊന്നും കുടിക്കാറില്ല, അതുകൊണ്ട് അതിൻ്റെ പേരും അറിയില്ല. അപ്പോൾ അങ്ങനത്തെ കടയിൽ പോയിട്ട് അത് കുടിക്കരുത്, കുട്ടികൾക്ക് ഭയങ്കര പ്രശ്നമാണ്, അങ്ങനെ അസുഖങ്ങൾ വരും എന്നൊക്കെ മൂപ്പർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് ഓവറായി പോയി. പിന്നെ മറ്റൊരു കാര്യം കൂടി, അത് ആളുകളൊക്കെ ഏറ്റെടുത്തണം. ഇപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പറഞ്ഞിട്ട് നമുക്കുള്ള ആൾക്കാരും കൂടി, നമ്മളിപ്പോൾ ആരും നല്ല ആൾക്കാരല്ല. അപ്പോൾ നമ്മുടെയൊക്കെ ചെറിയൊരു തെറ്റ് മതി എന്തിന് ആൾക്കാർ നമ്മുടെ കുറ്റം പറയാൻ, അല്ലെങ്കിൽ നമ്മളെ വെറുക്കപ്പെട്ടവനാവാൻ. അപ്പോൾ നമ്മൾ ഈ ബ്ലോഗർമാരായാലും ബ്ലോഗേഴ്സ് ആയാലും അത് പിന്നെ നമ്മൾ തന്നെ വാക്കുകൾ സൂക്ഷിക്കണം, അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ജംഷീർ മണ്ണാർക്കാടിനോട് ഞാൻ ആദ്യം പറഞ്ഞു, ജംഷീറെ ഇതൊന്നും അല്ല ജീവിതം, ഇതൊന്നും അല്ല റീൽസ് എന്തോ നമ്മൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അതെന്തോ അത് എങ്ങനെ ആയിക്കോട്ടെ. അപ്പോൾ ഇന്നലെ ഒരു വീഡിയോ കാണുണ്ടായി ഫേസ്ബുക്കിലും യൂട്യൂബിലും. LDFിൻ്റെ തുടരും നമ്മൾ ഒറ്റക്കെട്ടായി എന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ നമ്മൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും കണ്ടിട്ടുണ്ടാവും. അതിൽ ഭാവനയാണ് മെയിന്. അപ്പോൾ ഈ ഭാവന ഇതേപോലെ ബൈക്ക് ഇങ്ങനെ ഓടിച്ച് പോകുമ്പോൾ ഹെൽമെറ്റ് വെച്ചിരിക്കുന്നുണ്ട്. അത് വണ്ടി ഏതോ നല്ല വില കൂടിയ വണ്ടിയാണ്. ഹെൽമെറ്റ് കൊണ്ട് പകുതി മുഖം കണ്ണും കവിളും മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെ പുറത്തുള്ള ആൾക്കാർ, അവിടെ റോഡിൽ നിൽക്കുന്ന കുറേ കുട്ടികളുണ്ട്, അവരുടെ അടുത്ത് ഓക്കെ അല്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നുണ്ട് ഡബിൾ ഓക്കെയാണ്. പിന്നെ വേറെ വീൽ ചെയറിലാണോ കസേരയിലാണോ ഇരിക്കണതെന്ന് അറിയില്ല. ഒരാൾ ഭാവന റോട്ടിൽ കൂടെ പോകുമ്പോൾ ലൈക്ക് കാണിക്കണു, ഇവരെല്ലാവരും കൂടെ ലൈക്ക് കാണിക്കണു. അപ്പോൾ പിന്നെ അങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ എന്താണ് ഇത് ശരിക്ക്? ഇപ്പോൾ ഞാൻ പോകുമ്പോൾ കുറേ ആൾക്കാർ ഇത് ലൈക്ക് കാണിക്കുക, ഇല്ല ഓക്കെ അല്ലേ പറഞ്ഞു കഴിഞ്ഞാൽ കടന്ന് പോണ നായ പറയും. അല്ല, സത്യമാണത്. കാരണം അവർക്കിപ്പോൾ നമ്മുടെ ഓക്കെയും അല്ലെങ്കിൽ അവർക്കിപ്പോൾ നമ്മുടെ പിന്നെ സെറ്റല്ലേ ഓക്കെ, അല്ല കേരളം സെറ്റാണോ എന്നൊക്കെ പറയാൻ നമുക്കതിന് എവിടെ കേരളം സെറ്റ്? ഇത് കാശ് കൊടുത്തിട്ടുള്ള വർക്കല്ലേ ശരിക്കും. KPSC ലളിത പറഞ്ഞിട്ടുണ്ടായിരുന്നു, നുണ പറയുന്നവരെ സൂക്ഷിക്കണം. ബാറുകളും കള്ള് ഷാപ്പുകളും അങ്ങനെ എന്തൊക്കെ ഇതിന് നമുക്ക് ഓഫർ തന്നിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ മറന്നിട്ടുണ്ടാവുമോ എന്നറിയില്ല. അപ്പോൾ പിന്നെ ഇവരെന്താണ് ചെയ്യണത്, അല്ല എന്താണ് ചെയ്തത് ഇത്രയും കാലം? എന്താണ് ഇവർ, നമ്മുടെ സർക്കാർ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് ചെയ്തത്? ഒരു ലോഡ് കടം
അത് എല്ലാ തരത്തിലും ബാങ്ക് ആയിക്കോട്ടെ, ലോൺ ആയിക്കോട്ടെ, ഇനി അടവായിക്കോട്ടെ, എന്തായാലും ഇവർ ജനങ്ങൾക്ക് മൊത്തം കടം കൂടെ ഏൽപ്പിച്ചു. ഇപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളെ കയ്യിൽ പൈസ ഇല്ല, ജനങ്ങളെ കയ്യിൽ പൈസ ഇല്ല. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു അർത്ഥം എന്ന് അറിയുന്നില്ല. എന്നിട്ട് ഇവർ തുടരും തുടരും എന്ന് പറയുമ്പോൾ ഇനി എന്താണാവോ ഇനി തുടരാനുള്ളത്. അപ്പം നമുക്ക് ഈ റോഡിൻ്റെ കാര്യം തന്നെ പറയാം. കാരണം ഒരാൾക്ക് ഒരാൾ വിട്ടുകൊടുക്കണില്ല. അപ്പോൾ എന്താണ് ഇതെന്ന് പറയാൻ കിട്ടണില്ല എനിക്ക് ശരിക്കും. ഇല്ല പള്ളി ഇതെന്തത് പൊതുകില്ല മരുന്ന് തുടർന്നിട്ട് ഒരു പിടിയും കിട്ടണില്ല. നമ്മുടെ ശരിക്കും വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പ്രശ്നം തന്നെയാണത്. ആദ്യവും പറയണ്ട, അവസാനവും പറയണ്ട. നമ്മൾ വലിയ നിലയിൽ നടക്കുന്നുണ്ട്. പുതിയ ഡ്രസ്സോ, പുതിയ കാറോ, പുതിയ വീടോ, നമുക്ക് വിദ്യാഭ്യാസമല്ല. അതായത് നമ്മൾ മറ്റൊരാളോട് നിൻ്റെ അയൽവാസിയെയും നീ സ്നേഹിക്കണം എന്ന് പറഞ്ഞൊരു തത്വമല്ല. അപ്പോൾ ഇത് എന്താണ് ഇതിൻ്റെ ഒരു നാട്ടുനടപ്പ് എന്താണെന്നൊരു പിടുത്തം. ഇനിയിപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടിക്കാത്ര നമ്മൾ പോണത്. അങ്ങനെ ചിലവർ പറയുന്നുണ്ട് ഒരു കുഴപ്പമില്ല എന്ന്, ചിലവർ പറയുന്നു നമുക്കിപ്പോൾ ഒരു ദിവസം എന്താണ് നമ്മുടെ പിന്നെ എന്താ പറയാൻ, നമ്മുടെ എന്തെങ്കിലും